ശൈത്യകാലത്തു മരവിച്ചു മരിക്കുകയും വസന്തകാലത്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന തവളകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന വുഡ് ഫ്രോഗ് എന്ന തവളകളാണ് ഇത്തരത്തിൽ ശൈത്യകാലത്ത് മരവിച്ച് ഐസ് കട്ട പോലെയാകുകയും വസന്തകാലത്ത് ജീവൻ തിരിച്ചുകിട്ടി പുറത്തു വരികയും ചെയ്യുന്നത്. സാധാരണ ജീവികളുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ വെള്ളം മരവിച്ച് ഐസായാൽ ആ ഐസ് പരലുകൾ കോശങ്ങളെ കുത്തിക്കീറുകയും മരണം സംഭവിക്കുകയും ചെയ്യും. എന്നാൽ വുഡ് ഫ്രോഗുകൾക്ക് ഇത് സംഭവിക്കാത്തതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. തണുപ്പ് കൂടുമ്പോൾ ഈ തവളകളുടെ കരൾ വൻതോതിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പഞ്ചസാര ലായമി രക്തത്തിലും കോശങ്ങളിലും നിറയുന്നതുകൊണ്ട് കോശങ്ങൾക്കുള്ളിലെ വെള്ളം കട്ട പിടിക്കില്ല. ഇത് കോശങ്ങളെ സംരക്ഷിക്കുന്നു. ഈ അവസ്ഥയിൽ തവളയുടെ ഹൃദയമിടിപ്പും ശ്വസനവും പൂർണ്ണമായും നിലയ്ക്കും. പുറമേ നിന്ന് നോക്കിയാൽ ഇതൊരു ചത്ത തവളയാണെന്നേ തോന്നൂ. ശരീരത്തിലെ ഏകദേശം 65% വെള്ളവും ഈ സമയത്ത് ഐസായി മാറിയിട്ടുണ്ടാകും. മഞ്ഞ് ഉരുകാൻ തുടങ്ങുന്നതോടെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മഞ്ഞ് ഉരുകി ഉണരുന്ന ഉടനെ തന്നെ ഇവ ഇണയെ കണ്ടെത്താൻ തുടങ്ങും. മറ്റ് തവളകൾ ഉണരുന്നതിന് മുൻപേ ഇവ കുളങ്ങളിലെത്തി മുട്ടയിടുന്നു. ഇതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ മറ്റ് ജീവികൾ ഉണർന്നു വരുമ്പോഴേക്കും വുഡ് ഫ്രോഗിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പാകത്തിലായിട്ടുണ്ടാകും. തവളയുടെ ശരീരം പുറത്തു നിന്നല്ല, മറിച്ച് ഉള്ളിൽ നിന്നാണ് ഉരുകാൻ തുടങ്ങുന്നത്. ആദ്യം ഹൃദയം വീണ്ടും തുടിക്കാൻ തുടങ്ങുന്നു. ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുകയും ബാക്കിയുള്ള ഐസ് ഉരുകുകയും ചെയ്യുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തവള സാധാരണ നിലയിലാവുകയും ഭക്ഷണത്തിനായും ഇണയെ കണ്ടെത്താനുമായും യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. ഈ തവളകളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇവയുടെ കണ്ണുകൾക്ക് ചുറ്റും കറുത്ത നിറത്തിലുള്ള ഒരു അടയാളമുണ്ട്. ഇതൊരു കള്ളൻ്റെ മാസ്ക് ധരിച്ചിരിക്കുന്നത് പോലെ തോന്നും. ഇവയുടെ ശരീരം സാധാരണയായി തവിട്ട് അല്ലെങ്കിൽ ചാരനിറത്തിലാണ് കാണപ്പെടുക. മനുഷ്യരിലെ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി അവയവങ്ങൾ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഈ തവളകളുടെ ജൈവ പ്രക്രിയയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിവരികയാണ്. സാധാരണ തവളകൾ ക്രോക്ക് എന്ന ശബ്ദമാണ് ഉണ്ടാക്കാറുള്ളതെങ്കിൽ വുഡ് ഫ്രോഗുകളുടെ ശബ്ദം താറാവുകൾ കരയുന്നത് പോലെയാണ് തോന്നിക്കുക. വസന്തകാലത്ത് വടക്കേ അമേരിക്കയിലെ കാടുകളിൽ പോയാൽ താറാവുകൾ കരയുന്നത് പോലെ ഈ തവളകളുടെ ശബ്ദം കേൾക്കാം. പ്രകൃതിദത്തമായ സാഹചര്യങ്ങളിൽ ഇവ ഏകദേശം 3 മുതൽ 5 വർഷം വരെ ജീവിക്കുന്നു. ഓരോ വർഷവും കഠിനമായ മഞ്ഞുകാലത്ത് ഇവ മരവിച്ച് മരിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്നത് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. രസകരമായ വീഡിയോ ഇഷ്ടമായെന്ന് കേൾക്കുന്നു. നമസ്കാരം.